Hi, welcome to our channel Minu's Tiny Craft. ഇന്ന് നമ്മൾ കുറച്ച് മഞ്ചാടിക്കുരു എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഒരു വാലന്റൈൻസ് ഡേ ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് പിസ്ത ഷെല്ല് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടി ഇതുപോലൊരു എന്തെങ്കിലും ഒരു കട്ടിയുള്ളൊരു പേപ്പറാണ്. നമ്മുടെ ബുക്കിൻ്റെ പുറന്താളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മതി. ഇത് നമ്മളൊരു ഹേർട്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതിങ്ങനെ ഹാഫായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം കണ്ട് നമുക്കൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരെണ്ണം കൂടെ നമുക്ക് വേണം. ഒരു കുറച്ചും കൂടെ സൈസ് കുറഞ്ഞ് നമുക്ക് അകത്തു നിന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു കുഞ്ഞതും കൂടെ വേണം. അതും കൂടെ ഒന്ന് വെട്ടിയെടുക്കാം. കണ്ടോ, ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടിയ ഒരു ബേസ്. ഇനി നമ്മൾ വിത്തെല്ലാം ഒട്ടിച്ചെടുക്കുന്ന പരിപാടിയേ ഉള്ളൂ നമുക്ക്. ഈ മഞ്ചാടിക്കുരു ആക്ച്വലി നമ്മുടെ തൃപ്പൂണിത്തറ ഹിൽ പാലൻസിൽ നിന്ന് വർക്ക് ചെയ്തതാണ്. എനിക്ക് കുറേ കാലമായി മഞ്ചാടിക്കുരു കിട്ടുന്നില്ല. ഞാനിങ്ങനെ മഞ്ചാടിക്കുരു ഇങ്ങനെ ആലോചിച്ച് നടന്നപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കുറേ മഞ്ചാടിക്കുരുവും മഞ്ചാടി മരങ്ങളും ഒക്കെ കണ്ടത്. അവിടെ നിന്നിരുന്ന് വർക്ക് ചെയ്താണിത്. നമുക്ക് പിസ്ത ഷെല്ലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അടുത്ത ലെയറായിട്ട് നമ്മുടെ മഞ്ചാടിക്കുരുവാണ് ഒട്ടിക്കുന്നത്. അത് രണ്ടായിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഒരെണ്ണം അല്ല, രണ്ടെണ്ണം ഒരു സൈഡിൽ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ അടുത്ത ലെയറും അതുപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഫുള്ളും ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഉണ്ടോ, ഏകദേശം നമ്മുടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് മഞ്ചാടിക്കുരുവിന് കളറും കൊടുക്കണ്ട. ഇനി ഈ നടുക്ക് ഭാഗത്ത് നമ്മൾ ഫുള്ള് മഞ്ചാടിക്കുരു ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഉണ്ട്. ആദ്യമേ ഒന്ന് സൈഡിലൊന്ന് നമ്മൾ വെച്ച് കൊടുക്കുക. എന്നാൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അത് നമ്മൾ ആദ്യമേ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നടുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടി ഈ ലെയറിൽ നമ്മൾ ചെയ്യുന്നത് ഫുള്ളും പിസ്ത ഷെല്ലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ തന്നെ വെക്കാം. കളർ ചെയ്യേണ്ടെങ്കിൽ നമുക്ക് കളറ് ഞാൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു
വൂളൻ ത്രെഡോ എന്തെങ്കിലും ഒരു ത്രെഡ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ ഒട്ടിക്കുമ്പോൾ അടിയിലൊരു പേപ്പർ കൊടുക്കുന്നുണ്ട്, ഒരു സപ്പോർട്ടിന് വേണ്ടി. ഞാൻ പേപ്പറും കൂടെ ഒട്ടിച്ചിട്ടാണ് ഞാനത് ഒട്ടിച്ച് കൊടുക്കുന്നത് എല്ലാം പീസിനും. നമ്മളിതുപോലൊരു ഹാങ് പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കളർ കൊടുക്കുകയാണ്. റെഡാണ് കൊടുക്കുന്നത് നമ്മുടെ പിസ്ത ഷെല്ലിൻ്റെ സൈഡിലൊക്കെ. കളർ കൊടുക്കാതെ വെക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാം, നാച്ചുറൽ കളറിൽ. ഇവിടെ ഞാൻ ഗോൾഡൻ കളറുമാണ് കൊടുക്കുന്നത്. ഗോൾഡിലൊന്ന് സൈഡിലൊക്കെ ഒന്ന് ടച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമുക്ക് വോളിലൊക്കെ ഹാങ് ചെയ്തിടുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ മഞ്ചാടിക്കുരും പിസ്താഷ്യലൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു ക്യൂട്ട് ലുക്കൊക്കെ ഇല്ലേ? അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരാം. നമ്മുടെ ഫേസ്ബുക്ക് വഴിയും നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒന്ന് സെൻഡ് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എന്നാലേ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് അപ്പം തന്നെ കിട്ടുള്ളേ. പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.